ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും വെക്കേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സാറിൻ്റെ കയ്യിൽ എന്താണ് എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എന്താണ് സാറിൻ്റെ കയ്യിൽ? നിങ്ങളുടെ ഈ അധ്യയന വർഷത്തെ ടെക്സ്റ്റ് ബുക്കാണ് മാഷെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മക്കൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാകും, ചില ആളുകൾക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്നാണ് മാഷ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ ഭംഗിയുള്ള നല്ല അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഈ അധ്യയന വർഷം. എല്ലാ മക്കളും 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ഹിന്ദി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മറിച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ആദ്യത്തെ പാർട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ദുലാരേ പൽ എന്നാണ്, പ്രിയപ്പെട്ട നിമിഷങ്ങൾ. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എൻ്റെ മക്കളുടെ മനസ്സിലൊക്കെ നിങ്ങൾക്ക് ഈ അധ്യയന വർഷം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള നിങ്ങളുടെ കളികളുടെ നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് അതിൽ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന ചാപ്റ്റർ ധൂപ്പ് ആഗൈ, വെയിൽ വന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതൊരു കവിതയാണ് എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് രണ്ടാമതായിട്ട് വരുന്നത് ടോമി ഓർ മേം എന്ന് പറയുന്ന ഒരു കഹാനിയാണ്. നിങ്ങളൊക്കെ കഥ കേൾക്കാൻ വളരെ ഇഷ്ടമുള്ള മക്കളാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ടോമി ഓർ മേം എന്നുള്ള ഒരു കഥ. അതേപോലെ പില്ല എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കവിതയാണ് മൂന്നാമതായിട്ട് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത്. വളരെ രസകരമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ് ആദ്യത്തെ യൂണിറ്റ് എന്നുള്ളത്. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമതായിട്ട് വരുമ്പോൾ ഖുഷി കി ഖുഷി, അല്ലേ, സന്തോഷം, അല്ലേ. സന്തോഷിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ആരാണ്? അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നിലനിൽക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ചിടിയാക്ക ഗർ എന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ വരുന്നുണ്ട് രണ്ടാമത്തെ യൂണിറ്റിൽ. അപ്പോൾ ചിടിയാക്ക ഗർഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും വീട് എന്നാണ്, അല്ലേ. അപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്ന നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും നമുക്കത് മനോഹരമാണ്, സുന്ദരമാണ്. ഒരുപാട് നിമിഷങ്ങൾ ആ വീട്ടിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ചിടിയാക്കാഗർ, പക്ഷികളുടെ വീട്, പക്ഷി വീടുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കവിതയിലൂടെ മനോഹരമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ആ കവിത പഠിക്കണം. അതേപോലെ വിചിത്ര ജീവി, അല്ലേ, വിചിത്രമായിട്ടുള്ള എന്തോ ഒരു ജീവി, എന്തായിരിക്കും അത്? പേടിപ്പെടുത്തുന്നതാണോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ. അങ്ങനെ 2 യൂണിറ്റ് മനോഹരമായിട്ട് കഴിയുമ്പോൾ നമ്മളെ തേടി ഓണപരീക്ഷ എത്തും എന്നുള്ള സന്തോഷ വാർത്ത കൂടി വാശിതോടൊപ്പം നിങ്ങളോട് പറയാണ്. അതേപോലെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പാർട്ട് 1 അവസാനത്തെ യൂണിറ്റാണ് മൂന്നാമത്തെ യൂണിറ്റ് റിംജിം റിംജിം, അല്ലേ. അപ്പോൾ റിംജിം റിംജിം മനോഹരമായിട്ടുള്ള ഒരു ശബ്ദമാണ് എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. മഴയൊക്കെ പെയ്യുമ്പോൾ ആ ശബ്ദത്തിനെയൊക്കെ നമ്മൾ വർണ്ണിക്കാറുണ്ട്, അല്ലേ. അതേപോലെ അതിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് പേഡ് കാ ജാദു, അല്ലേ. പേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു, അല്ലേ, എന്തോ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്കിൽ പോലും പേഡ് എന്ന് പറഞ്ഞാൽ മരമാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ പേഡ് കാ ജാദു, അല്ലെ, മരത്തിൻ്റെ എന്തോ ഒരു മായാജാലം എന്തോ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പാഠത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു കഹാനിയാണ്, അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഹാനി തന്നെയാണ്. അതേപോലെ വർഷായി, അല്ലേ, എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള മഴയെക്കുറിച്ച് തന്നെ പറയുന്ന മറ്റു അടിപൊളിയായിട്ടുള്ളൊരു കവിത കൂടിയാണ് നമുക്ക് ഈ യൂണിറ്റിൽ വരുന്ന രണ്ടാമത്തെ പാഠഭാഗം. ഇത്തരത്തിൽ മനോഹരമായിട്ട് കോർത്തിണക്കിയ നമ്മുടെ ഈ ആദ്യത്തെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് എന്തുകൊണ്ടും രസകരമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിലേക്കൊക്കെ വരും, സാറേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹിന്ദി പഠിക്കുന്നത്, വളരെ പ്രയാസമല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ മക്കളെ, നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുന്ന നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ തന്നെ പൃഥ്വി ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ സാറേ എന്താണ് പൃഥ്വി ബാച്ചിൻ്റെ പ്രത്യേകത? പൃഥ്വി ബാച്ചിൽ അടിപൊളിയായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. അതേപോലെ റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സുകൾ ഉണ്ടാകും. ലൈവായിട്ടും റെക്കോർഡായിട്ടും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ലൈവിൻ്റെ അവസാനം തന്നെ അവൈലബിൾ ആണ്. ഓരോ യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് എക്സാം നടത്തും. അന്നേ ദിവസം തന്നെ ആ പരീക്ഷയുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് നടത്തും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് അടിപൊളിയായിട്ടുള്ള സെക്ഷൻസ് ഒക്കെ നമ്മുടെ ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം കേരളത്തിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അനസാർ ഉണ്ടാകും. അതേപോലെ മറ്റൊരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകരും ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതേപോലെ അനേകം ഫ്യൂച്ചേഴ്സ് ആണ് നമ്മുടെ ഈ പൃഥ്വി ബാച്ചിൽ അടങ്ങിയിട്ടുള്ളത്. നിങ്ങളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വളരെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതേപോലെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്തോ, കോൺടാക്ട് ചെയ്തോ, നിങ്ങളെ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പൃഥ്വി ബാച്ചിൽ അടിപൊളിയായിട്ട് കാണല്ലേ? അപ്പോൾ എല്ലാ മക്കളും പൃഥ്വി ബാച്ചിൽ കയറിപ്പോരെ. അനസാർ അവിടെ ഉണ്ടാകും. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.